പ്രിയപ്പെട്ടവരെ, എന്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് നമ്മുടെ പള്ളിയിലും ലോകമെമ്പാടും ക്രിസ്മസ് നക്ഷത്രം തിളങ്ങി നിൽക്കുകയാണല്ലോ. ഈ വെളിച്ചം എവിടെ നിന്നാണ് വന്നതെന്നോ? ഇതാ ഈ ചെറിയ പുൽക്കൂട്ടിൽ നിന്നാണ്. നോക്കൂ, എത്ര മനോഹരമായ കാഴ്ചയാണിത്. സ്വർഗത്തിലെ രാജാവ് നമ്മളെ രക്ഷിക്കാൻ ഈ തണുപ്പുള്ള രാത്രിയിൽ ഇവിടെ ഒരു കുഞ്ഞായി പിറന്നിരിക്കുന്നു. വൈക്കോലിന്റെ മണമുള്ള ഒരു പുൽത്തൊട്ടിയിൽ നമ്മൾ എന്തിനാണ് എല്ലാ വർഷവും ഈ പുൽക്കൂടുണ്ടാക്കുന്നത്? ഈ ചെറിയ പുൽക്കൂട് നമുക്ക് 3 വലിയ പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എളിമയുടെ പാഠം. ഏറ്റവും വലിയ ദൈവമാണ് ഏറ്റവും ചെറിയ രൂപത്തിൽ വന്നത്. അതുകൊണ്ട് നമ്മൾ അഹങ്കാരം ഉപേക്ഷിച്ച് വിനയത്തോടെ ജീവിക്കണം. സ്നേഹത്തിന്റെ പാഠം. അമ്മയായ മറിയം ഉണ്ണിയേശുവിനെ നോക്കി ചിരിക്കുന്നത് കണ്ടോ? പണത്തേക്കാൾ വലുത് അമ്മയുടെ ഈ സ്നേഹമാണ്. ഈ സ്നേഹം നമ്മുടെ വീട്ടിലും കൂട്ടുകാർക്കിടയിലും നമുക്ക് പങ്കുവെക്കാം. പ്രത്യാശയുടെ വെളിച്ചം. നമുക്ക് സങ്കടം വരുമ്പോഴോ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴോ ഈ പുൽക്കൂടാണ് നമുക്ക് പ്രത്യാശ. കാരണം നമ്മുടെ കൂടെ ഉണ്ടാകുവാനാണ് ദൈവം ഇവിടെ ഇറങ്ങി വന്നത്. ഈശോയും മറിയത്തെയും സംരക്ഷിച്ച വിശുദ്ധ യൗസി പിതാവിന്റെ കരുതലോടെ നമ്മളും മറ്റുള്ളവരെ സഹായിക്കണം. ഈ ക്രിസ്മസ് സമ്മാനപ്പൊതികൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ടവരെയും രോഗികളെയും നമ്മൾ ശ്രദ്ധിക്കണം. കൂട്ടുകാരെ, നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂട് പോലെ സ്നേഹം കൊണ്ട് അലങ്കരിക്കുക. ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാൻ മനസ്സൊരുക്കുക. ഈ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷം നിറയ്ക്കട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ആശംസിക്കുന്നു. നന്ദി.